രഹസ്യലേഖനം സമകാലിക ചരിത്രം രണ്ടാം ഭാഗം. ഒരു സമ്മിശ്ര ജനതയാണ് എഫേസോസിലെ നിവാസികൾ. അവർ തന്നെ 6 വ്യത്യസ്ത ഗോത്രങ്ങളായിരുന്നു. അതിലൊന്ന് യവനന്മാരുടെ ആഗമനത്തിന് മുമ്പ് ആ സ്ഥലത്തുണ്ടായിരുന്ന ആദിവാസികളുടെ പിന്തുടർച്ചക്കാരാണ്. മറ്റൊന്ന് അഥേനയിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ്. മൂന്നാമത്തെ വർഗം യവനന്മാരാണ്, അതായത് ഗ്രീക്കുകാർ. യഹൂദന്മാരിൽ നിന്നും വേർപിരിഞ്ഞവരെന്ന് ഗണിക്കുന്ന നാലാമതൊരു കൂട്ടരുമുണ്ടിവിടെ. അർത്തിമോസ് ദേവാലയം മതത്തിനെന്ന പോലെ കുറ്റകൃത്യങ്ങൾക്കും അഴിഞ്ഞാട്ടത്തിനും കേന്ദ്രസ്ഥാനമായിരുന്നു. ഏത് കുറ്റവാളിയും ക്ഷേത്രവളപ്പിലെത്തിയാൽ അവൻ സുരക്ഷിതനാണ്. അവനെ അവിടെ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടു പോകുവാനോ അവനെ അവിടെ നിന്ന് ശിക്ഷിക്കുവാനോ സാധ്യമല്ല. ക്ഷേത്രത്തിൽ സംരക്ഷിക്കപ്പെടുന്ന 1000-ഓളം അഭിസാരികയുടെ മ്ലേച്ഛമായ സേവനമാണ് ദൈവാലയത്തിൻ്റെ പവിത്രതയെന്നവർ വാഴ്ത്തുന്നത് തന്നെ വിചിത്രമാണ്. സമ്മിശ്ര ജനത, കുറ്റവാളികളുടെ ആവാസം, ക്ഷേത്രത്തിലെ അസന്മാർഗികത എന്നിവയെല്ലാം കൂട്ടിച്ചേർന്ന് എഫേസോസിനെ ധാർമ്മിക സന്മാർഗിക നിലകളിൽ ഒരു ഹീന നഗരമാക്കി മാറ്റിക്കളഞ്ഞിരുന്നു. അത്തരമൊരു സ്ഥലത്താണ് സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കാനും വളരെ വലിയ വിജയം കൈവരിക്കുവാനും ഇടയായത്. മറ്റു നഗരങ്ങളിൽ താമസിച്ചിട്ടുള്ളതിലും കൂടുതൽ സമയം പൗലോസ് എഫേസോസിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 20-ാം അധ്യായം 31-ാം തിരുവചനം. അവിടുത്തെ സഭയിലെ ആദ്യത്തെ അധ്യക്ഷൻ തീമോത്തിയോസാണ്. 1 തീമോത്തിയോസ് 1:3. അക്കിലാവിനെയും പ്രിസ്കില്ലയെയും പൗലോസ് പരിചയപ്പെടുന്നത് എഫേസോസിൽ വെച്ചാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 18:19, 24, 26. പൗലോസിന് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു അവിടുത്തെ സഭ. അപ്പോസ്തലപ്രവൃത്തികൾ 20:17 മുതൽ 38 വരെ. പിന്നീട് യോഹന്നാൻ അവിടെ ഏറ്റവും ആദരണീയനായി തീർന്നു. എന്നാൽ എഫേസോസ് ഇന്ന് പുരാതനമായ ഈ നഗരത്തിൻ്റെ സ്ഥാനത്ത് ഇന്നുള്ളത് ഐസാലുക്ക്, ഇന്നത്തെ തുർക്കിയുടെ പടിഞ്ഞാറൻ ഭാഗം എന്ന പേരുള്ള വൃത്തിഹീനമായ ഒരു ചെറിയ ഗ്രാമമാണ്. പഴയ പ്രൗഢിയുടെ തകർന്ന സ്മാരകങ്ങൾ ഇന്നും അവിടെ കാണാം. കർഷകവൃത്തിയിൽ കഴിയുന്ന അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ന് വലിയ ദുരിതത്തിലാണ് കഴിയുന്നത്. മ്ലേച്ഛതകളുടെ ഇടം ശൂന്യമാകും എന്നിത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ തലമുറയുടെയും ജീവിതം മ്ലേച്ഛതകൾ കടിമപ്പെടാതിരിക്കട്ടെ. ദൈവനാമം നമ്മിൽ കൂടെയും തലമുറകളിൽ കൂടെയും മഹത്വപ്പെടട്ടെ. ആമീൻ.